ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ റിവിഷൻ മാരത്തോണുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടൻസിയുടെ ഒരു ക്ലാസ്സാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമയപരിമിതി മൂലം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ സ്പെഷ്യൽ ബുക്ക് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഒറിജിനൽ ജേണൽ ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് പർട്ടിക്കുലർ നേച്ചർ ആർ കോൾഡ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: ദ സ്പെഷ്യൽ ബുക്സ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഒറിജിനൽ ജേണൽ ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് പർട്ടിക്കുലർ നേച്ചർ ആർ കോൾഡ്. ഒറിജിനൽ ജേണലിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ബുക്സിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ: സബ്സിഡറി ബുക്സ്, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽ. എന്തൊക്കെയാണ്? സബ്സിഡറി ബുക്ക്, സബ് ഡിവിഷൻ ഓഫ് ജേണൽ, സ്പെഷ്യൽ ജേണൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പർച്ചേസ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ്. പർച്ചേസ് ബുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആൻസർ: ക്രെഡിറ്റ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ്. ക്രെഡിറ്റ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷൻ എ ഒക്കെ ക്രെഡിറ്റ് ടു പർച്ചേസ് എന്ന് പറഞ്ഞ് മാത്രം തരും. നേരത്തെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നപ്പോൾ ഓപ്ഷൻ ഡി ആയിരുന്നു ക്രെഡിറ്റ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ പീരിയോഡിക് ടോട്ടൽ ഓഫ് ദ പർച്ചേസ് ഡേ ബുക്ക് ഈസ് പോസ്റ്റഡ് ഇൻ ടു ദ ഡാഷ് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് പീരിയോഡിക് ടോട്ടൽ ഓഫ് പർച്ചേസ് ഡേ ബുക്ക് എൻട്രി ചെയ്യുന്നത്? ആൻസർ: ഡെബിറ്റ് സൈഡ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: The periodic total of the purchase day book is posted into the dash purchase account. Answer: debit side. Debit side. അടുത്ത ക്വസ്റ്റ്യൻ: പർച്ചേസ് റിട്ടേൺ ഈസ് ഓൾസോ കോൾഡ്. പർച്ചേസ് റിട്ടേൺ ഈസ് ഓൾസോ കോൾഡ്. പർച്ചേസ് റിട്ടേണെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ആൻസർ: റിട്ടേൺ ഔട്ട്വേർഡ്. ആൻസർ: റിട്ടേൺ ഔട്ട്വേർഡ്. സെയിൽസ് റിട്ടേൺ ഈസ് ഓൾസോ നോൺ ആസ്. സെയിൽസ് റിട്ടേണിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ. അടുത്ത ക്വസ്റ്റ്യൻ: സോഴ്സ് ഡോക്യുമെന്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേണിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ഏതാണ്? ആൻസർ: ഡെബിറ്റ് നോട്ട്. സോഴ്സ് ഡോക്യുമെന്റ് ഓഫ് സെയിൽസ് റിട്ടേൺ. ആൻസർ: ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് ഈസ് എ നോട്ട് ഓർ ലെറ്റർ പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ ഡാഷ് ടു ദ ഡാഷ്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് ആ നോട്ട് അല്ലെങ്കിൽ ലെറ്റർ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്? സപ്ലയർ ഓർ സെല്ലർ. സെൻഡ് ചെയ്യുന്നത് സപ്ലയറോ സെല്ലറോ ആകാം. ആർക്കൊക്കെ ആകാം? കസ്റ്റമറിനോ ബയ്യറിനോ ആകാം. രണ്ട് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഡെബിറ്റ് നോട്ട് ഈസ് എ നോട്ട് ഓർ ലെറ്റർ പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ ഡാഷ് ടു ദ ഡാഷ്. അടുത്ത ക്വസ്റ്റ്യനാണ്: ഡെബിറ്റ് നോട്ട് ഈസ് എ നോട്ട് ഓർ ലെറ്റർ പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ ഡാഷ് ടു ദ ഡാഷ്. ബയർ ഓർ കസ്റ്റമർ. പ്രിപ്പയർ ചെയ്യുന്നത് ബയറോ കസ്റ്റമറോ ആണ്. ആർക്കാണ്? സെല്ലർക്ക് ഓർ സപ്ലയർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പീരിയോഡിക് ടോട്ടൽ ഓഫ് ദ പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് ഡാഷ് ടു ദ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് എഴുതണം. ദ പീരിയോഡിക് ടോട്ടൽ ഓഫ് ദ പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ എന്ത് ചെയ്യുകയാണ്? ആൻസർ: ക്രെഡിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പീരിയോഡിക് ടോട്ടൽ ഓഫ് ദ സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് ഡാഷ് ടു ദ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ആൻസർ: ഡെബിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ സബ്സിഡറി ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഈസ്. ക്യാഷ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സബ്സിഡറി ബുക്കിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ്. ഏത് ഫോമിലാണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? ആൻസർ: അക്കൗണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് ബുക്ക് ഈസ് എ ഡാഷ്. ക്യാഷ് ബുക്ക് എന്നത് എന്താണ്? ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ ആണ്. ജേണലുമാണ്, അതോടൊപ്പം ലെഡ്ജറുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ക്യാഷ് ബുക്ക് ഓൾ ഡാഷ് ആർ ഡെബിറ്റഡ് ആൻഡ് ഡാഷ് ആർ ക്രെഡിറ്റഡ്. ക്യാഷ് ബുക്കിൽ എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഓൾ റെസിപ്റ്റ്സ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ പേയ്മെന്റ്സ് ആർ ക്രെഡിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഓൺലി വൺ സബ്സിഡറി ബുക്ക് ടു ബി ബാലൻസ്ഡ്. ബാലൻസ് ചെയ്യുന്ന ഒരേ ഒരു സബ്സിഡറി ബുക്ക് ഏതാണ്? ആൻസർ, ക്യാഷ് ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് ഈസ്. ക്യാഷ് ബുക്കിലെ ബാലൻസ് എന്തായിരിക്കും? ക്യാഷ് ഇൻ ഹാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. ആൻസർ, ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് ബുക്കിലെ ബാലൻസ് എപ്പോഴും സാധാരണ രീതിയിൽ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനിയും ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ്. ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഓർ എമൗണ്ട് പേയബിൾ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഓർ എമൗണ്ട് പേയബിൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് മീൻസ്. ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് മീൻസ്, ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്യാഷ് അറ്റ് ബാങ്ക് ഓർ എമൗണ്ട് റിസീവബിൾ. ക്യാഷ് അറ്റ് ബാങ്ക് ഓർ എമൗണ്ട് റിസീവബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഒരു സംശയം വരാം. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് എന്നും പറഞ്ഞിട്ട് വരുമ്പം നിങ്ങൾ ആ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ ക്രെഡിറ്റർ ഡെപ്റ്റർ എന്നുള്ള ആ ഒരു രീതിയില്ലേ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ബാങ്കറിന് ക്രെഡിറ്റർ എന്ന് പറയുന്ന പൊസിഷൻ ആകുമ്പോൾ, ബാങ്ക് ക്രെഡിറ്റർ ആകുമ്പോൾ നമ്മൾ ആരായിരിക്കും? ഡെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ്, അതല്ലെങ്കിൽ ബാങ്കറിന് ക്രെഡിറ്റർ എന്നുള്ള പൊസിഷൻ എന്ന് വരുമ്പോൾ നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് പേയബിൾ ടു ദ ബാങ്കോ വരാം. ഇനി ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് മീൻസ് എന്ന് ഉദ്ദേശിക്കുമ്പം എന്താണ്? ബാങ്കിന് ഡെപ്റ്റർ എന്നുള്ള പൊസിഷനാണ്. അപ്പം നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ എമൗണ്ട് റിസീവബിൾ. ഞാനത് എളുപ്പത്തിലൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എല്ലാ കേസിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേർക്ക് ഈ സംശയങ്ങളൊക്കെ വരാം. അങ്ങനെ ആർക്കെങ്കിലും വരികയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞു തരാം. അടുത്തത്, ബാങ്ക് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബാങ്ക് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ആൻസർ, പേഴ്സണൽ അക്കൗണ്ട്. ആൻസർ, പേഴ്സണൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്യാഷ് ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് സ്മോൾ ക്യാഷ് പേയ്മെന്റ് ഓർ പെറ്റി എക്സ്പെൻസസ് ഈസ് കോൾഡ്. പെറ്റി എക്സ്പെൻസസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്യാഷ് പേയ്മെന്റ് ഒക്കെ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? പെറ്റി ക്യാഷ് ബുക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഗീവൺ ബൈ ദ മെയിൻ ക്യാഷ്യർ ടു ദ പെറ്റി ക്യാഷ്യർ in the commencement of a certain period to meet the petty expenses for the period is called. മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറെ ഒരു എമൗണ്ട് അങ്ങ് അഡ്വാൻസ് ആയിട്ട് ഏൽപ്പിക്കുകയാണ് പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിന് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് ഓർ ക്യാഷ് ഫ്ലോട്ട്. എന്താണ്? ഇംപ്രസ്ഡ് ഓർ ക്യാഷ് ഫ്ലോട്ട്. ഇംപ്രസ്ഡ് മീൻസ്, ഇംപ്രസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേയ്മെന്റ് അഡ്വാൻസ്. പേയ്മെന്റ് അഡ്വാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് സിസ്റ്റം ഫോർ മെയിൻറ്റെയിനിങ് പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗം ഏതാണ്? ഇംപ്രസ്ഡ് സിസ്റ്റം. അടുത്തത്, അണ്ടർ ഡാഷ് ദ ആക്ച്വൽ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ പെറ്റി ക്യാഷ്യർ വിൽ ബി റീഇംപ്രസ്ഡ് ബൈ ദ മെയിൻ ക്യാഷ്യർ അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ നെക്സ്റ്റ് പീരീഡ്. ആൻസർ, ഇംപ്രസ്ഡ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളംസ് ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക് ആർ യൂസ്ഡ് ടു റെക്കോർഡ് റെസ്പെക്റ്റീവ്ലി ഡാഷ് ആൻഡ് ഡാഷ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളംസ് ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്കിലെ ഫസ്റ്റ് കോളം റെസിപ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ക്യാഷ്യർ കൊടുത്ത ആ എമൗണ്ട് മാത്രമേ പെറ്റി ക്യാഷ്യറിന്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് കോളം ഇൻ പെറ്റി ക്യാഷ് എന്ന് പറയുന്നത് റെസിപ്റ്റ് കോളമാണ്, അല്ലെങ്കിൽ എമൗണ്ട് റിസീവ്ഡ്. സെക്കൻഡ് കോളമാണ് ഡേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ജേണൽ ഇൻ വിച്ച് ഓൾ ട്രാൻസാക്ഷൻ വിച്ച് ഡു നോട്ട് അപ്പിയർ ഇൻ ദ സബ്സിഡറി ബുക്ക് ആർ കോൾഡ്. സബ്സിഡറി ബുക്കിൽ കാണാത്ത അല്ലെങ്കിൽ രേഖപ്പെടുത്താത്ത ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ ഈസ് ഓൾസോ നോൺ ആസ്. ജേണൽ പ്രോപ്പറിനെ വിളിക്കുന്ന വേറെ പേരെന്തൊക്കെയാണ്? ഓർഡിനറി ജേണൽ, ജനറൽ ജേണൽ, മിസലേനിയസ് ജേണൽ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേഷനറി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ. സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്നത് കടമായിട്ടാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് റെക്കോർഡഡ് ഇൻ ദ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ. ജേണൽ പ്രോപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ലാൻഡ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ദ. ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതും കടമായിട്ടാണെങ്കിൽ എവിടെ എഴുതും? ജേണൽ പ്രോപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആൻഡ് റെക്ടിഫൈങ് എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ. അതും ജേണൽ പ്രോപ്പർ. ഫിക്സഡ് അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻ. ജേണൽ പ്രോപ്പർ. ഫിക്സഡ് അസറ്റ് കടമായിട്ടാണ് വിൽക്കുന്നതെങ്കിലും അതും എവിടെ എഴുതും? ജേണൽ പ്രോപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ദ ഡിസ്കൗണ്ട് അപ്പിയർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ഈസ്. ക്യാഷ് ബുക്കിൽ കാണപ്പെടുന്ന ഡിസ്കൗണ്ട് ഏതാണ്? ക്യാഷ് ഡിസ്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് എമൗണ്ട് കോളം ഇൻ ദ 3 കോളം ക്യാഷ് ബുക്ക് ഷുഡ് നോട്ട് ബാലൻസ്. ഒരു 3 കോളം ക്യാഷ് ബുക്കിൽ ബാലൻസ് ചെയ്യാത്ത കോളം ഏതാണ്? ഡിസ്കൗണ്ട് കോളം. ആൻസർ ഏതാണ്? ഡിസ്കൗണ്ട് കോളം. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് എ കൺസെഷൻ അലൗഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ അല്ലെങ്കിൽ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ഓർ കാറ്റലോഗ് പ്രൈസ്. കാറ്റലോഗ് പ്രൈസിനെക്കാട്ടിലും കുറച്ച് അല്ലെങ്കിൽ ലിസ്റ്റഡ് പ്രൈസിനെക്കാട്ടിലും കുറച്ച് ഉള്ളൊരു ആനുകൂല്യം സെല്ലർ ബയർക്ക് നൽകുമ്പോൾ അല്ലെങ്കിൽ ഹോൾസെയിലർ റീറ്റെയിലർക്ക് നൽകുമ്പോൾ ആ ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ട്രേഡ് ഡിസ്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് എ കൺസെഷൻ അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെറ്റർ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് ഡെറ്റർ. ഡാഷ് ഈസ് എ കൺസെഷൻ അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെറ്റർ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് കൊടുക്കുന്ന ആനുകൂല്യം എന്താണ്? ആൻസർ ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു മേക്ക് മോർ പ്രോഫിറ്റ് ബൈ ഇൻക്രീസിംഗ് ഇൻ ദ സെയിൽസ് വോളിയം അല്ലെങ്കിൽ ഫോർ ബൾക്ക് പർച്ചേസ്. അതായത് സെയിൽസ് കൂട്ടിയിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്, അല്ലെങ്കിൽ ബൾക്ക് പർച്ചേസിനാണ്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു മേക്ക്. ക്യാഷ് ഡിസ്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അനുവദിക്കുന്നത്? പ്രോംപ്റ്റ് ആൻഡ് ക്വിക്ക് പേയ്മെന്റ്. പെട്ടെന്നും അതാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഡെപ്റ്റ് വീട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഡിസ്കൗണ്ട് വിൽ നോട്ട് ബി ഷോൺ ഇൻ ദ ബുക്സ്. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും കാണിക്കാത്ത ഡിസ്കൗണ്ട് ഏതാണ്? ആൻസർ ട്രേഡ് ഡിസ്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് അൺകണ്ടീഷണൽ ഡിസ്കൗണ്ട്. ഒരു കണ്ടീഷനും ഇല്ലാത്തൊരു ഡിസ്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ കണ്ടീഷനുള്ള ഡിസ്കൗണ്ട് ഏതാണ്? ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഫോർ പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ ഈസ് ഓൾസോ നോൺ ആസ്. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഫോർ പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ ഈസ് ഓൾസോ നോൺ ആസ്. ആൻസർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഫോർ പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ ഈസ് പർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഡിപ്രീസിയേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് തരത്തിലുള്ള ഫിക്സഡ് അസറ്റിനാണ്? ആൻസർ ഫർണിച്ചർ, ഫിക്ചേഴ്സ് എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ അണ്ടർ ഡാഷ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം ഓർ കോൺസ്റ്റന്റ് എവരി ഇയർ. എല്ലാ വർഷവും ഡിപ്രീസിയേഷന്റെ പെർസെൻറ്റേജ് സെയിം ആയിട്ടുള്ളത് എവിടെയാണ്? ആൻസർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ അണ്ടർ ഡാഷ് മെത്തേഡ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസെറ്റ് ഷുഡ് ബി റിട്ടൺ ഓഫ് ആസ് ഡിപ്രീസിയേഷൻ എവരി ഇയർ ടിൽ ദ അസെറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 0. എല്ലാ പ്രാവശ്യവും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ഡിപ്രീസിയേഷനായിട്ട് ഈടാക്കുകയും അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ 0 ആകുന്നിടം വരെയും എഴുതി എടുക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഫോർ പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ ഈസ് പർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ. ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് ടൈപ്പിലുള്ള ഫിക്സഡ് അസറ്റിനാണ്? ആൻസർ ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. അടുത്ത ക്വസ്റ്റ്യൻ അണ്ടർ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ദ ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഡാഷ് ഫ്രം ഇയർ ടു ഇയർ. ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ആനുവൽ ഡിപ്രീസിയേഷൻ എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസിംഗ് ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷവും കുറഞ്ഞേ ഇരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഫോർ പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ ഈസ് ഓൾസോ നോൺ ആസ്.
ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലെ അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ റെഡ്യൂസിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ റെഡ്യൂസിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ. ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് വാല്യൂ ഉപയോഗിച്ചുകൊണ്ടാണ്? ആൻസർ ബുക്ക് വാല്യൂ. ഏതാണ് ആൻസർ? ബുക്ക് വാല്യൂ. ഇൻ ഡാഷ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ദ വാല്യൂ ഓഫ് ലൈഫ് ഓഫ് ആൻ അസറ്റ് കനോട്ട് ബി സീറോ. അതായത് ഇൻ ഡാഷ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ദ വാല്യൂ ഓഫ് ലൈഫ് ഓഫ് ആൻ അസറ്റ് കനോട്ട് ബി സീറോ. ഒരിക്കലും അസറ്റിന്റെ വാല്യൂ എന്താണ്? സീറോ ആകാത്ത മെത്തേഡ് ഏതാണ്? ആൻസർ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഡിപ്രീസിയേഷനുമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഡിപ്രീസിയേഷനാണ് പറയുന്നത്. ലാൻഡിന് നോ ഡിപ്രീസിയേഷൻ. ബിൽഡിംഗ് ആണെങ്കിൽ 2.5%, 2.5%. പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ ടു ബി അറൈവ്ഡ് യൂസിങ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ഓൺ കോസ്റ്റ് പ്രൈസ്. ടു ബി അറൈവ്ഡ് യൂസിങ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ഓൺ കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ആൻ അസറ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എടുക്കുക, അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ്, അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് അതിന് എസ്റ്റിമേറ്റഡ് ലൈഫ് ഉണ്ടെന്ന് നോക്കുക. അങ്ങനെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, അയൺ സേഫ്, അയൺ അലമാര, റാക്ക്, ടേബിൾ ഇവയൊക്കെയാണെങ്കിൽ 5%, അയൺ ചെയർ ആണെങ്കിൽ 10%, ടീക്ക് റോസ്വുഡ് ഫർണിച്ചർ ആണെങ്കിൽ 5%, അതേഴ്സ് ആണെങ്കിൽ 10%. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ലൈബ്രറിയുടെ ചോദിച്ചിട്ടുണ്ട് 10%. കമ്പ്യൂട്ടറിന് ഫസ്റ്റ് ഇയറിൽ 34%, സെക്കൻഡ് ഇയറിൽ 33%. വെഹിക്കിൾ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 30%, പിന്നീടുള്ള ഓരോ വർഷവും 5% കുറഞ്ഞു വരും. ഫസ്റ്റ് ഇയറിൽ 30, സെക്കൻഡ് ഇയറിൽ 25, തേർഡ് ഇയറിൽ 20, ഫോർത്ത് ഇയറിൽ 15, ഫിഫ്ത്ത് ഇയറിൽ 10%. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനായിട്ട് അക്കൗണ്ടൻസിയുടെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.